ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മോമോസാണ്. അപ്പോൾ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യ് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഡോവ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കുക. പിന്നെ അത്ര സോഫ്റ്റ് ആവണ്ട, കുറച്ച് ഹാർഡ് ഡോവാണ് വേണ്ടത്. ഞാനിവിടെ രണ്ട് രീതിയിലും മൊമോസ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റീം ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്തത്. അത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ മാവ് കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിങ്ങിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ആ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഈ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ മൊമോസിലേക്കുള്ള ഫില്ലിങ് വേവിക്കാറില്ല. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. എനിക്കതാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത്. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ഫ്രൈ ചെയ്യരുത്. നമ്മൾ കോഴിമുട്ടൊക്കെ ചിക്കിയെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ചിക്കൻ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഒരുപാട് വേവിച്ചാൽ അതിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടും. അപ്പോൾ മൊമോസ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റാം. ഇനി നമുക്കതിൻ്റെ ഡോ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് പൊടി തൂകിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം തിക്നെസ് കുറഞ്ഞ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം, ഓരോന്നോരോന്നായിട്ട്. അതിനേക്കാളും കുറച്ചുകൂടി സുഖം ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കട്ടർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഓരോ ഷേപ്പാക്കി എടുക്കാം. ഓരോരോ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാം. എന്തെങ്കിലും കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കട്ടർ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒരേ സൈസിൽ നമുക്ക് മൊമോസിൻ്റെ ഇത് കിട്ടും. ശേഷം നമ്മൾ അതപ്പോൾ തന്നെ അവിടെ നിന്ന് ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം.
ഞാനെടുത്ത ഈ ഒരു അളവിന് നമുക്കൊരു 10-12 മോമോസ് വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ആദ്യം അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടത് പ്ലീറ്റ്സ് എടുക്കുക. നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കുന്നത് പോലെ പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ട് ഒരേ ദിശയിലോട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. എന്നിട്ടത് പിൻ ചെയ്ത് കൊടുക്കാം. സാരിക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന അതേപോലെ തന്നെയാണ്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോമോ റെഡി ആയിട്ടുണ്ട്. സ്റ്റീം ചെയ്യാനുള്ളതിന് അങ്ങനെ മേലെ പിരിച്ചു കൊടുക്കണമെന്നില്ല. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹാഫ് മൂണായിട്ടും പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സെയിം ഡയറക്ഷനിലോട്ടാണ് നമ്മൾ പ്ലേറ്റ്സ് എടുക്കേണ്ടത്. ഓരോ പ്ലീറ്റ്സ് എടുത്തിട്ട് അപ്പം തന്നെ പിൻ ചെയ്യുക. എന്നിട്ട് ഒന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഫില്ലിങ് കുറച്ചുകൂടി വേണമെങ്കിൽ നിറച്ച് കൊടുക്കുക. നമ്മൾ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ മോമോസും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടും സ്റ്റീം ചെയ്തിട്ടും മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈഡ് മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് സ്റ്റീം ചെയ്യാം. അതിനായിട്ടൊരു സ്റ്റീമറിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ മോമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒരു 10-15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്തതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും താങ്ക് യു.